ഹായ് വ്യൂവേഴ്സ്, രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ കൊച്ചുകുട്ടികളിൽ പകർച്ചവ്യാധി വളരെ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. അത് മറ്റ് മുതിർന്നവരെക്കാട്ടിലും 90% ഇത് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവർ സ്കൂളുകളിലും മറ്റും പോയി മറ്റുള്ള കുട്ടികളോടൊത്ത് അധികമായി ചിലവഴിക്കുമ്പോൾ അവരിൽ നിന്നുമുള്ള രോഗങ്ങൾ ഇവരിലേക്ക് പകരാൻ ഇടവരുന്നു. അത് പ്രധാനമായിട്ടും മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, അതുപോലെ HIV, വയറിളക്കം എന്നീ രോഗങ്ങൾ കുട്ടികളിൽ പിടിപെടുന്നു. ഇതിന് ഏതൊക്കെ രീതിയിൽ പിടിപെടുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ കുട്ടികൾ നേരിട്ട് ഇടപഴകുന്നതിനാൽ അവർക്ക് പകർച്ചവ്യാധി ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ഇവർ അവരുടെ കളിപ്പാട്ടവും മറ്റും എടുത്ത് വായിൽ വെക്കുന്നത് വഴിയും അതിലൂടെ അണുക്കൾ അവരിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ള കുട്ടികളുമായി അടുത്ത് ഇടപഴകുന്നത് വഴിയും ഇതുണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മുതിർന്ന കുട്ടികളെ അപേക്ഷിച്ച് കൊച്ചുകുട്ടികൾക്ക് 200-ലേറെ വൈറസുകൾ അവർക്ക് രോഗങ്ങൾ പടരാൻ സാധ്യത ഉണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ കൊച്ചുകുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ രോഗം പിടിപെടുന്നു. മുതിർന്ന കുട്ടികൾക്ക് അത് പിടിപെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ പഠനങ്ങൾ തെളിയിക്കുന്നത് അധികമായും വൈറസുകൾ കുട്ടികളെ വളരെ വേഗത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇതവർക്ക് രോഗങ്ങൾ പെട്ടെന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. വൈറസ്, ബാക്ടീരിയ എന്നിവയുടെ എല്ലാം പ്രവർത്തനം കൊണ്ട് കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന ഒന്നാമത്തെ രോഗമാണ് ചെങ്കണ്ണ്. ചെങ്കണ്ണ് വൈറസും ബാക്ടീരിയ എന്നിവ പരത്തുന്ന ഒരു രോഗമാണ്. ഇത് ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് വളരെ വേഗത്തിൽ തന്നെ പടരുന്നു. ഇത് അടുത്തടുത്ത് കുട്ടികൾ തമ്മിൽ സമ്പർക്കം ഉണ്ടാകുമ്പോഴാണ് ഇത് പ്രധാനമായും പടരുന്നത്. അപ്പോൾ ഇത് പ്രധാനമായും ഇതുണ്ടാകുമ്പോൾ കണ്ണിന് രക്തക്കുഴലുകൾ അമിതമായി വീക്കമുണ്ടാവുകയും കണ്ണിന് ചുവപ്പ് നിറം വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ഇതിന് അസഹ്യമായ ചൊറിച്ചിലും വേദനയും ഉണ്ടാകുന്നു. ഇത് കുറച്ച് ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ പിന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. അടുത്തത് കുട്ടികൾ പടരുന്ന ഒരു രോഗമെന്ന് പറയുന്നത് ചുമയാണ്. അത് അധികമായി കുട്ടികൾ തമ്മിൽ പരസ്പരം ഉണ്ടാകുന്ന ആശയവിനിമയത്തിലൂടെയും അതുപോലെ തന്നെ സ്രവം ആ സമയത്ത് അവരിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെ ഇത് അധികമായി അവർക്ക് ചുമ വരാൻ സാധ്യതയുണ്ട്. ഇത് ഒരാഴ്ചത്തോളം ഇത് നിലനിൽക്കും. ഇത് അധികമായി ഇത് കൂടുന്നതല്ല. ഇതിന് പകർച്ചവ്യാധിയായി ഇതിനെ കണക്കാക്കുന്നു. അതുപോലെ തന്നെ ഇത് ഒരു കുട്ടിയിൽ നിന്ന് പെട്ടെന്ന് മറ്റൊരു കുട്ടിയിലോട്ട് വ്യാപിക്കുന്നു. അടുത്തതായി കുട്ടികളിൽ പെട്ടെന്ന് പകരുന്ന ഒരു രോഗമാണ് വയറുവേദന. അതിന് കാരണമാകുന്ന ഫ്ലൂ വൈറൽ ബാക്ടീരിയ എൻഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഇതിന് വയറുവേദനയ്ക്ക് കാരണമാകുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഇത് ധാരാളമായിട്ട് ഈ അസുഖം ഉണ്ടാകുന്നത്. അമിതമായ വയറുവേദനയാണ് ഇതിൻ്റെ ലക്ഷണം. അതുപോലെ ചില കുട്ടികളിൽ ഇത് 10 ദിവസത്തോളം നീണ്ടു നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ ഇത് ചില കുട്ടികളിൽ ഇത് ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ഇങ്ങനെയുള്ള കുട്ടികൾ മറ്റുള്ള കുട്ടികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതും ഒഴിവാക്കുക. അതുപോലെ മോശമായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കുക. കുട്ടികൾ പകരുന്ന ഒരു രോഗമെന്ന് പറയാൻ കഴിയില്ല എങ്കിൽ തന്നെയും ഒരു അവസ്ഥയാണ് പേൻശല്യം. അമിതമായി കുട്ടികൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത് തലയൊട്ടിയിൽ നിന്നും രക്തം അത് ജീവിക്കുന്ന ഒരു ജീവിയാണ് പേന്. ഇത് ഒരു കുട്ടിയിൽ നിന്നും മറ്റൊരു കുട്ടിയിലേക്ക് ഇത് പകരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ശല്യം വളരെയധികം രൂക്ഷമാണ്. ഇത് കാരണം കുട്ടികൾക്ക് അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുകയും അമിതമായ ചൊറിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു. ഇത് നമുക്ക് ഒരു വൈദ്യ ചികിത്സയിലൂടെ തന്നെ മാറ്റാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.